കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കന്നുകാലികളിൽ എങ്ങനെയൊക്കെ ബാധിക്കുന്നുവെന്ന് നേരിട്ട് കണ്ട് പഠിക്കാനായി നിയന്ത്രിത കാലാവസ്ഥ ഗവേഷണ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. വെറ്റിനറി സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിലുള്ള പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിന് കീഴിലാണ് ഗവേഷണ സംവിധാനം. യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൃത്യമായി കാലാവസ്ഥ സൃഷ്ടിക്കാനും അന്തരീക്ഷ ഊഷ്മാവും ആപേക്ഷിക ആർദ്രത വ്യത്യാസപ്പെടുത്താനും കഴിയുന്നതാണ് ദക്ഷിണ ഇന്ത്യയിലെ ആദ്യ സാങ്കേതിക സംവിധാനത്തിൽ ഉള്ളത്. ലോകത്ത് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യർക്ക് തന്നെ താങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ കന്നുകാലികൾ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനായി നിയന്ത്രിത കാലാവസ്ഥ ഗവേഷണ സമുച്ചയം മണ്ണുത്തിയിൽ ആരംഭിച്ചു. വെറ്റിനറി സർവകലാശാലയുടെ മണ്ണുത്തി വെറ്റിനറി കോളേജ് ക്യാമ്പസിലുള്ള പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിന് കീഴിലാണ് ഗവേഷണ സംവിധാനം സ്ഥാപിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ നിന്ന് 1,70,00,000 രൂപ മുടക്കിയാണ് ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത്. യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൃത്രിമമായി കാലാവസ്ഥ സൃഷ്ടിക്കാനും ഊഷ്മാവും ആപേക്ഷിക ആർദ്രതയും വ്യത്യാസപ്പെടുത്താനും കഴിയുന്നതാണ് ഗവേഷണ കേന്ദ്രം. ഊഷ്മാവ് 5 മുതൽ 50 ഡിഗ്രി വരെയും ആപേക്ഷിക ആർദ്രത 95% വരെയും ക്രമപ്പെടുത്താൻ കഴിയും എന്നതും ആധുനിക സാങ്കേതിക കേന്ദ്രത്തിന്റെ സവിശേഷതയാണ്. ഈ സമയം വളർത്തുമൃഗങ്ങളിൽ ഉണ്ടാകുന്ന ശാരീരിക സമ്മർദ്ദങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് കാഡക്സ് വകുപ്പിലെ പ്രൊഫസർ ഡോക്ടർ എസ് ഹരികുമാർ പറയുന്നു. പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് കാലാവസ്ഥ നിയന്ത്രിതമായ കാലാവസ്ഥയിൽ പശുക്കൾ തൊട്ട് ഏത് മൃഗങ്ങളിൽ വേണമുള്ള ഗവേഷണം നടത്താൻ സാധിക്കുന്നുള്ളതാണ്. സാധാരണ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഇത് രണ്ടുമാണ് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ മൃഗങ്ങൾക്കും പശുക്കൾക്കും കൂടുതലൊരു സ്ട്രെസ് വരുന്നത്, സമ്മർദ്ദം ഉണ്ടാക്കുന്നത്. ഈ രണ്ട് ഘടകങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ നിയന്ത്രിച്ച് നിർത്തി പല രീതിയിലും നമുക്ക് വേണ്ട രീതിയിൽ 5 ഡിഗ്രി മുതൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്കിതിനകത്ത് ക്രമീകരിക്കാൻ സാധിക്കും. അതുപോലെ ഹ്യൂമിഡിറ്റി, ആർദ്രത അത് നമുക്ക് ഒരു 98% വരെ നമുക്ക് ക്രമീകരിക്കാം. നമുക്ക് ഏത് രീതിയിൽ വേണോ അത് ക്രമീകരിച്ച് നമുക്ക് ഏത് മൃഗങ്ങളിലും, എരുമ മുതൽ ചെറിയ കോഴികൾ വരെയുള്ള ഏത് മൃഗങ്ങളിലും പക്ഷികളിലും നമുക്ക് പരീക്ഷണങ്ങൾ നടത്താൻ സാധിക്കും. 6 പശുക്കളെ വരെ ഒരേ സമയം നിർത്തി പരിശോധിക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പുറത്തെ സ്വാഭാവിക അന്തരീക്ഷത്തിൽ മൃഗങ്ങളെ നിർത്തി നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ കന്നുകാലി സംഖ്യയിൽ 94% സങ്കരയിനം കന്നുകാലികളാണ്. ഇവയെല്ലാം ഉയർന്ന ഉൽപ്പാദനക്ഷമത ഉള്ളവയാണെങ്കിൽ തന്നെയും കേരളത്തിലെ ഈർപ്പമുള്ള ഉഷ്ണകാലാവസ്ഥയിൽ മികവുറ്റ ഉൽപ്പാദനം കൈവരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. അതിനാൽ മൃഗങ്ങൾക്ക് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നത് വളരെയേറെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം അനുഭവവേദ്യമാകുന്നത് അന്തരീക്ഷ താപനിലയിലും ആപേക്ഷിക ആർദ്രതയിലുമുള്ള അന്തരങ്ങളിലാണ്. ലോകോത്തര നിലവാരത്തിലുള്ള നിയന്ത്രിത കാലാവസ്ഥാ ഗവേഷണ സമുച്ചയമാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ 3ാമത്തെയും ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക സംവിധാനമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ വലിയ മൃഗങ്ങളെ ഈ രീതിയിലുള്ള പരീക്ഷണം നടത്താനുള്ള ഏക സംവിധാനം ഇപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണത്. കൃത്രിമമായി നിർമ്മിച്ച നിയന്ത്രിത കാലാവസ്ഥയിൽ മൃഗങ്ങളെ നിർത്തി കാലാവസ്ഥ വ്യതിയാനം മൂലം അവയിലുണ്ടാകുന്ന ശാരീരിക സമ്മർദ്ദങ്ങളെ മനസ്സിലാക്കുന്നതിനും പരിഹാരങ്ങൾ ആരായുന്നതിനും സംവിധാനം ഏറെ ഫലപ്രദമാണ്. മനുഷ്യർ വീട്ടിൽ വളർത്തുന്ന എരുമ ഉൾപ്പെടെയുള്ള വലിയ മൃഗങ്ങളെയും ചെറിയ മൃഗങ്ങളെയും നിർത്തുവാനുള്ള സൗകര്യത്തിലാണ് ഓരോ അറയും പണി കഴിപ്പിച്ചിട്ടുള്ളത്. 2 അറകളിലും മൃഗങ്ങളുടെ ശാരീരിക പ്രവർത്തനങ്ങളും സ്വഭാവവും നിരീക്ഷിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. പുറത്താകട്ടെ 12 മൃഗങ്ങളെ സ്വാഭാവിക അന്തരീക്ഷത്തിൽ നിർത്തി പഠിക്കുവാനുള്ള സൗകര്യമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നിയന്ത്രിത കാലാവസ്ഥ ലബോറട്ടറിയിലെ ഭിത്തികളിൽ സ്ഥാപിച്ചിരിക്കുന്ന പാനലുകളും പ്രത്യേകം തയ്യാറാക്കിയ തറയുമെല്ലാം ലോകോത്തര നിലവാരത്തിലുള്ളതാണ്. അതിനാൽ തന്നെ ലോകോത്തര നിലവാരത്തിലുള്ള നിയന്ത്രിത കാലാവസ്ഥ ഗവേഷണ സമുച്ചയമാണ് കർഷകരുടെ ഉന്നമനത്തിനായി ക്രമീകരിച്ചിരിക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ് ഇന്ന് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയമാണ്. കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യരിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മൃഗങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനം വളരെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരള വെറ്റിനറി സർവകലാശാല നിയന്ത്രിത കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. മൃഗങ്ങളിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ നിയന്ത്രിത കേന്ദ്രം പഠനം നടത്തുക. കാലാവസ്ഥാ നിയന്ത്രിത പഠന കേന്ദ്രത്തിൽ നിന്നും ക്യാമറാമാൻ അൽജോ ജോസിനൊപ്പം സണ്ണി പീറ്റർ, ഷെഗീന ന്യൂസ്.